പശ്ചിമേഷ്യയെ ആകെ മുൾമുനയിൽ നിർത്തിയ യുദ്ധസമാനമായ സാഹചര്യത്തിന് അന്ത്യം കുറിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറെടുക്കുന്നു. ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങളിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങുകയാണെന്ന നിർണായക പ്രഖ്യാപനമാണ് വൈറ്റ് ഹൌസിൽ നിന്ന് പുറത്തുവന്നിരിക്കുന്നത്. അടുത്ത 2-3 ആഴ്ചയ്ക്കുള്ളിൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക ഇടപെടൽ അവസാനിപ്പിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കി. ലോകരാഷ്ട്രങ്ങൾ ഏറെ ആശങ്കയോടെ ഉറ്റുനോക്കിയ വൈറ്റ് ഹൌസ് പത്രസമ്മേളനത്തിലാണ് ട്രംപ് തന്റെ നയം വ്യക്തമാക്കിയത്. ഞങ്ങൾ ഇറാൻ വിടാൻ പോകുന്നു. പരമാവധി 2-3 ആഴ്ചകൾ കൂടി മാത്രമേ US സൈന്യം അവിടെ തുടരുകയുള്ളൂ എന്ന് ട്രംപ് പറഞ്ഞു. അമേരിക്കൻ സൈനിക നടപടി അവസാനിപ്പിക്കുന്നതിന്റെ ഏറ്റവും വ്യക്തമായ സൂചനയായാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ ഇതിനെ കാണുന്നത്. കഴിഞ്ഞ 1 മാസത്തിലേറെയായി തുടർന്ന സംഘർഷം ആഗോള സമ്പദ് വ്യവസ്ഥയും ഊർജ്ജ വിതരണത്തെയും സാരമായി ബാധിച്ചിരുന്നു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള തുറന്ന പോര് ലോകമഹായുദ്ധത്തിലേക്ക് നയിക്കുമോ എന്ന ഭീതി നിലനിൽക്കവെയാണ് ട്രംപിന്റെ ഈ അപ്രതീക്ഷിത പിന്മാറ്റം. അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് ആണ് ട്രംപിന്റെ പ്രസ്താവന ആദ്യം റിപ്പോർട്ട് ചെയ്തത്. ഇറാനുമായി ഒരു നയതന്ത്ര കരാറിൽ ഏർപ്പെടാൻ താൻ താൽപര്യപ്പെടുന്നില്ലെന്ന് ട്രംപ് ആവർത്തിച്ചു പറഞ്ഞു. സമാധാന ചർച്ചകൾക്കോ ഉടമ്പടികൾക്കോ കാത്തു നിൽക്കാതെ തന്നെ ഏകപക്ഷീയമായി പിന്മാറാനാണ് അമേരിക്കയുടെ തീരുമാനം. ഇറാൻ US-ഉമായി ഒരു കരാറിലും ഏർപ്പെടാൻ താൽപര്യമില്ലെന്നും അവരുമായി ഉടമ്പടികൾ ഉണ്ടാക്കേണ്ട ആവശ്യം തങ്ങൾക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എങ്കിലും ഇറാനെതിരെയുള്ള തന്റെ കർക്കശമായ നിലപാടിൽ ട്രംപ് മാറ്റം വരുത്തിയിട്ടില്ല. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് തടയുക എന്ന ലക്ഷ്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇറാനെ അവരുടെ ആണവ മോഹങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കണമെങ്കിൽ അവരെ ശിലായുഗത്തിലേക്ക് തള്ളിവിടേണ്ടി വരുമെന്ന കടുത്ത പരാമർശവും ട്രംപ് നടത്തി. അമേരിക്കൻ പിന്മാറ്റം പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. സൗദി അറേബ്യ, ഇസ്രായേൽ തുടങ്ങിയ അമേരിക്കൻ സഖ്യകക്ഷികൾ ഈ നീക്കത്തോട് എങ്ങനെ പ്രതികരിക്കുമെന്നത് നിർണായകമാണ്. അമേരിക്കൻ സൈന്യം പിന്മാറുന്നതോടെ ഇറാൻ മേഖലയിൽ കൂടുതൽ കരുത്താർജിക്കുമോ എന്ന ആശങ്കയും ഇസ്രായേൽ പങ്കുവയ്ക്കുന്നുണ്ട്. അമേരിക്കൻ സാമ്പത്തിക മേഖലയിൽ ഉണ്ടായ തിരിച്ചടികളും ട്രംപിനെ ഈ തീരുമാനത്തിന് പ്രേരിപ്പിച്ച ഘടകങ്ങളിലൊന്നാണ്. യുദ്ധം നീണ്ടുപോകുന്നത് എണ്ണവില വർധനവിനും ആഗോള വിപണിയിലെ അസ്ഥിരതയ്ക്കും കാരണമായിരുന്നു. അമേരിക്കക്കകത്തും യുദ്ധവിരുദ്ധ വികാരം ശക്തമാകുന്ന പശ്ചാത്തലത്തിലാണ് ഈ നയമാറ്റം. ഇറാനുമായുള്ള സംഘർഷത്തിന്റെ ഭാവി പരിപാടികളെ കുറിച്ച് വിശദമായി സംസാരിക്കാൻ ട്രംപ് നാളെ രാവിലെ 6 മണിക്ക് മാധ്യമങ്ങളെ കാണും. വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ അറിയുന്നതിനനുസരിച്ച് ഇറാനെതിരെയുള്ള ഉപരോധങ്ങളിൽ മാറ്റമുണ്ടാകുമോ അതോ സൈനിക പിന്മാറ്റം മാത്രമാണോ എന്നത് ഈ കൂടിക്കാഴ്ചയിൽ വ്യക്തമാകും. ഇറാൻ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ പിന്മാറ്റം ഒരു വിജയമായി ആഘോഷിക്കാനാണ് സാധ്യത. അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങാതെ തന്നെ തങ്ങളുടെ പ്രദേശം സുരക്ഷിതമാക്കാൻ കഴിഞ്ഞുവെന്ന വാദം അവർ ഉയർത്തും. എന്നാൽ ശിലായുഗത്തിലേക്ക് മടക്കി അയക്കുമെന്ന ട്രംപിന്റെ ഭീഷണി വരാനിരിക്കുന്ന സാമ്പത്തിക ഉപരോധങ്ങളുടെ സൂചനയാകാം. സൈനിക നടപടി നിർത്തിയാലും ഇറാനെ സാമ്പത്തികമായി തളർത്തുക എന്ന തന്ത്രമായിരിക്കും അമേരിക്ക ഇനി പയറ്റുക. ആണവ പരീക്ഷണങ്ങളിൽ നിന്ന് ഇറാൻ പിന്മാറാത്ത പക്ഷം ലോകരാഷ്ട്രങ്ങളെ ഉപയോഗിച്ച ഇറാന്റെ വ്യാപാര ബന്ധങ്ങൾ വിച്ഛേദിക്കാൻ ട്രംപ് ശ്രമിക്കും. ഇത് ഇറാനിലെ സാധാരണ ജനങ്ങളുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കും. പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങൾക്ക് ട്രംപിന്റെ ഈ പ്രസ്താവന ചെറിയൊരു ആശ്വാസം നൽകുന്നുണ്ട്. എണ്ണ വിതരണ ശൃംഖലകൾ പുനഃസ്ഥാപിക്കപ്പെടുന്നതോടെ ആഗോള വിപണിയിൽ എണ്ണവില കുറയാൻ സാധ്യതയുണ്ട്. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് സാമ്പത്തികമായി വലിയ ഗുണം ചെയ്യും. യുദ്ധം അവസാനിക്കുമ്പോൾ അമേരിക്കൻ സൈനികർക്ക് തിരികെ നാട്ടിലെത്താൻ കഴിയുമെന്നത് ട്രംപിന് രാഷ്ട്രീയമായി ഗുണകരമാകും. തിരഞ്ഞെടുപ്പ് വർഷങ്ങളിൽ വിദേശ യുദ്ധങ്ങളിൽ നിന്ന് പിന്മാറുന്നത് അമേരിക്കൻ പ്രസിഡന്റുമാരുടെ പതിവ് ശൈലിയാണ്. അമേരിക്കയുടെ പണം വെറുതെ വിദേശ രാജ്യങ്ങളിൽ കളയേണ്ടതില്ലെന്ന തന്റെ പഴയ വാഗ്ദാനം ട്രംപ് ഇവിടെ നടപ്പിലാക്കുകയാണ്. നാളെ നടക്കാനിരിക്കുന്ന വാർത്താ സമ്മേളനത്തിൽ ട്രംപ് എന്ത് പ്രഖ്യാപിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ലോകത്തിന്റെ ഭാവി. സൈനികരെ പൂർണ്ണമായും പിൻവലിക്കുമോ അതോ ചെറിയൊരു വിഭാഗത്തെ അവിടെ നിലനിർത്തുമോ എന്ന കാര്യത്തിൽ അവ്യക്തത തുടരുന്നുണ്ട്. പെന്റഗണും വൈറ്റ് ഹൌസും തമ്മിൽ ഈ വിഷയത്തിൽ ധാരണയിൽ എത്തിയതായതാണ് വിവരം. പശ്ചിമേഷ്യയിലെ യുദ്ധഭീതി ഒഴിയുന്നത് ആഗോള ഓഹരി വിപണികളിലും പ്രതിഫലിച്ചിട്ടുണ്ട്. അമേരിക്കൻ വിപണിയിൽ ഈ പ്രഖ്യാപനത്തെ ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമെന്ന പ്രതീക്ഷയിൽ നിക്ഷേപകർ വീണ്ടും സജീവമാവുകയാണ്. അതേസമയം ട്രംപിന്റെ ഈ നീക്കം ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾക്ക് വേഗത കൂട്ടുമോ എന്ന ആശങ്ക ഐക്യരാഷ്ട്രസഭയ്ക്കുണ്ട്. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഈ വിഷയത്തിൽ ഇടപെടണമെന്നും ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കാണണമെന്നും യൂറോപ്യൻ രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നു. ട്രംപ് പ്രയോഗിച്ച ശിലായുഗം എന്ന വാക്ക് ഇറാനെതിരെയുള്ള കടുത്ത സൈബർ ആക്രമണങ്ങളുടെയോ സാമ്പത്തിക ഉപരോധങ്ങളുടെയോ സൂചനയാകാം. മിസൈലുകൾക്ക് പകരം സാങ്കേതിക വിദ്യയും സാമ്പത്തിക ശാസ്ത്രവും ആയുധമാക്കാനാണ് ട്രംപിന്റെ നീക്കമെന്ന് കരുതപ്പെടുന്നു. ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. അമേരിക്കയുടെ പിന്മാറ്റം പ്രവൃത്തിയിൽ കാണാനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ഇറാൻ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. അമേരിക്കൻ വാഗ്ദാനങ്ങൾ പലപ്പോഴും ലംഘിക്കപ്പെട്ടിട്ടുള്ളതിനാൽ ജാഗ്രതയോടെ മാത്രമേ അവർ ഈ നീക്കത്തെ കാണുകയുള്ളൂ. സമാധാന കരാറുകൾ ആവശ്യമില്ലെന്ന് ട്രംപ് പറയുമ്പോഴും ഭാവിയിൽ ഒരു പുതിയ ഉടമ്പടിക്ക് സാധ്യതയുണ്ടോ എന്ന ചോദ്യം അവശേഷിക്കുന്നു. ട്രംപിന്റെ ഭരണശൈലി എപ്പോഴും അപ്രവചനീയമാണ്.
ഇന്ന് പിന്മാറുമെന്ന് പറയുന്ന അദ്ദേഹം നാളെ മറ്റൊരു കാരണത്താൽ വീണ്ടും ആക്രമണം നടത്താനും മടിക്കില്ല. നാളെ രാവിലെ 6 മണിക്ക് നടക്കുന്ന വാർത്താ സമ്മേളനം ലോക ചരിത്രത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നായി മാറും. യുദ്ധം അവസാനിക്കുന്നതോടെ പശ്ചിമേഷ്യയിൽ ഒരു പുതിയ അധ്യായം തുടങ്ങുമോ അതോ അശാന്തി തുടരുമോ എന്ന് അപ്പോൾ വ്യക്തമാകും. ഈ വിഷയത്തിൽ അമേരിക്കൻ കോൺഗ്രസിന്റെ നിലപാടും ശ്രദ്ധേയമായിരിക്കും. ട്രംപിന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങളെ ഡെമോക്രാറ്റുകൾ എങ്ങനെ നേരിടുമെന്ന് കണ്ടറിയണം. ഏതായാലും പശ്ചിമേഷ്യൻ മണ്ണിൽ നിന്ന് പുകമറകൾ നീങ്ങുന്നതിന്റെ ശുഭസൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്.